ഇതുവരെ ഐ ടിയുടെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ ഗൂഗിളായിരുന്നു. ഇപ്പോൾ അത് ചാറ്റ് ജി പി ടി ആയിട്ട് മാറി. ഗൂഗിൾ ഈസ് എ മഹാ ലൈബ്രറിയൻ, ചാറ്റ് ജി പി ടി ഈസ് എ മഹാഗുരു. ഐ എം ആൻസറിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് നോട്ട് എ ഐ ഹാപ്പൻ ബിഫോർ? എൻ്റെ പൊന്നമ്മച്ചി എന്നുള്ളതിന് മൈ ഗോൾഡ് അമ്മ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ ഉത്തരവാണ്. ആർക്കെങ്കിലും പറയാമോ എന്താ? കാഞ്ചന നോപുരങ്ങൾ അഴിച്ചു വെച്ചു. അപ്പോൾ ഹരിനന്ദൻ അല്ലേ, ഹരിനന്ദൻ എത്ര പാരാമീറ്ററുള്ള മോഡലാണ്? ഒരു പാരാമീറ്ററേ ഉള്ളൂ. വാട്ട് ഈസ് ഇറ്റ്സ് വാല്യൂ? 2. ചാറ്റ് ജി പി ടി എത്ര പാരാമീറ്ററുള്ള മോഡലാണ്? 1.8 lakh crores. ഇത്രേ ഉള്ളൂ വ്യത്യാസം. ഹരിനന്ദൻ ഇസ് എ AI മോഡൽ വിത്ത് 1 parameter. ChatGPT is a model with 1.8 lakh crore parameters. ആ 1.8 lakh crore നമ്പേഴ്സിൽ നമ്മൾ ലോകത്തെ വിജ്ഞാനം മുഴുവൻ കാച്ചിക്കുറുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത്തിരി മുതിർന്ന ആൾക്കാർ ഇതിനെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണ ഉള്ളവരുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ മോഡൽ പറയുന്നത്. ഞാൻ മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ സംസാരിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പല സ്ഥലത്ത് പോയി പലരും സംസാരിക്കുന്നത് കേട്ടപ്പോൾ എല്ലാവരും പറയുന്നത്, പ്രത്യേകിച്ച് കവികളും സാഹിത്യകാരന്മാരും പറയുന്നത്, എന്തായാലും എ ഐക്ക് അതിന് പറഞ്ഞു കൊടുത്തതല്ലേ പറയാനൊക്കെ ഉള്ളൂ എന്ന് പറയും. ഡു യു അഗ്രി? കാരണം ഹരിനന്ദൻ കുഡ് ആൻസർ വെൻ ഐ ത്രൂ ദ നമ്പർ 1 crore at him, he said 2 crores. When I threw number 1.5 at him, he said 3. These were not numbers which he had seen before. ഈ പറഞ്ഞ ഡെമോൺസ്ട്രേഷനിൽ ഇല്ലായിരുന്നു. സോ ഐ വോണ്ട് ടു ടെൽ യു, ചാറ്റ് ജി പി ടി ക്യാൻ ആൻസർ ക്വസ്റ്റ്യൻസ് വിച്ച് ഇറ്റ് ഹസ് നെവർ ബീൻ ടോൾഡ്. യേശുദേവനും പിന്നെ ശ്രീകൃഷ്ണനും കൂടെ സംസാരിക്കുന്നതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു കൊടുത്തത് എഴുതി വെച്ച് ഞാൻ തോന്നുന്നു. അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ യാതൊരു സാമ്യമില്ലാത്ത കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞു നോക്കൂ, അത് ഇതുപോലെ ജനറേറ്റ് ചെയ്യും. പിണറായി വിജയന് ശ്രീകൃഷ്ണനും കൂടെ സംസാരിക്കുന്ന എഴുതാൻ പറഞ്ഞാലും എഴുതും. കൊടുക്കരുതേ, ചിലപ്പോൾ ചാറ്റ് ജി പി ടി അടിച്ചു പോവും. ഏത് 2 ഫേമസ് വ്യക്തിത്വങ്ങളുടെ പേര് പറഞ്ഞാലും അവർ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണം അതുണ്ടാക്കിയെടുക്കും. അപ്പം ഞാനിനി ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം ചോദിക്കുമ്പോൾ അല്പനേരം ശാന്തമായിരുന്നു ചിന്തിക്കണം, 1 മിനിറ്റ്. അത് കഴിഞ്ഞ് 1 മിനിറ്റ് നല്ല ബഹളം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഉത്തരം പറയാം. ഓക്കെ? അപ്പോൾ ആദ്യം മിണ്ടാന്നിരിക്കണം. അടുത്ത ആളില്ലാന്ന് വിചാരിച്ചോണം. കണ്ണടച്ചിരുന്നു ചോദ്യം കേട്ടിട്ട് തന്നെ ചിന്തിക്കുക. ഇതുവരെ ഐ ടിയുടെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ ഗൂഗിളായിരുന്നു. ഇപ്പോൾ അത് ചാറ്റ് ജി പി ടി ആയിട്ട് മാറി. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ചാറ്റ് ജി പി ടിയും ഗൂഗിളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഏറ്റവും ചുരുക്കി പറയണം. 1 നിമിഷം എല്ലാവരും കണ്ണടച്ചിരുന്ന് ആലോചിക്കൂ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ചാറ്റ് ജി പി ടി ആൻഡ് ഗൂഗിൾ? ഓക്കെ, ഞാൻ ചോദിക്കാം. ഇനി ഡിസ്കഷൻ അങ്ങോട്ട് ചോദിച്ചു. ഓക്കെ,
ഓക്കെ, ഞാൻ നിങ്ങളുടെ ചോദ്യം ചോദിക്കുന്നില്ല, നിങ്ങൾ അങ്ങോട്ട് കൂട്ടി സംസാരിച്ചല്ലോ, അത് മതി. നിങ്ങളുടെ മനസ്സ് ആ ചോദ്യത്തിനോട് പ്രതികരിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാവരെയും വിളിച്ച് ചോദിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. ഞാൻ പറയുന്നു, എൻ്റെ ഉത്തരം ഞാൻ പറയാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. ഇത് നിങ്ങൾ സ്വീകരിക്കണമെന്നില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതും ഞാൻ പറഞ്ഞതും എല്ലാം ചേർത്ത് നിങ്ങൾ പതുക്കെ പതുക്കെ അതിനൊരു ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. എൻ്റെ ഉത്തരം ഇത്രയാണ്: ഗൂഗിൾ ഈസ് എ മഹാലൈബ്രറിയൻ. മഹാലൈബ്രറിയൻ. ലൈബ്രറിയൻ ഒന്നും അറിഞ്ഞുകൂടാ. ലൈബ്രറിയൻ അടുത്ത് നിന്ന് എനിക്ക് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ ലൈബ്രറിയൻ ഉത്തരം പറയാറില്ല. പക്ഷെ ലൈബ്രറിയൻ പറയും, ഇതിൻ്റെ ഉത്തരം കിട്ടാവുന്ന 5-6 പുസ്തകം ഞാൻ തരാം, ഇതാ തരുന്നു. ChatGPT is a Mahaguru. Google is a Mahalibrarian. ChatGPT is a Mahaguru. അവിടെ നിന്നോട്ടെ, ഇനി ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. എല്ലാവരും വരുന്നു, പക്ഷെ അമ്മയെക്കുറിച്ച് ആലോചിക്കും. അമ്മയെക്കുറിച്ച് ആലോചിക്കും. അമ്മ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാവരെയും നമ്മുടെ അമ്മയാണ് ഒരു വിഷയം ആദ്യം പഠിപ്പിച്ചത്. പഠിപ്പിച്ചു എന്നൊരു വാക്ക് ഉപയോഗിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെന്തോ പറയുന്നത്? വി ലേൺ ടു സ്പീക്ക് ഇൻ എ ലാംഗ്വേജ് ഫ്രം അവർ മദർ. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഷ എന്ത് വിളിക്കുന്നത്? മലയാളത്തിനെ എന്താ വിളിക്കുന്നത്? മാതൃഭാഷ, മദർ ടങ്. മദർ രണ്ടും വളരെ സാമ്യമുള്ള വാക്കാണ്. അമ്മ എങ്ങനെ പഠിപ്പിച്ചു? നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ ടൈം ടേബിൾ ഇട്ടോ? നിങ്ങൾ ജനിച്ച ഉടനെ ടൈം ടേബിൾ ഇട്ടോ? രാവിലെ 9 മണി തൊട്ട് 10 മണി വരെ അടിസ്ഥാന ശബ്ദങ്ങൾ. അമ്മ ടെസ്റ്റ് പേപ്പർ ഇട്ടോ? അസൈൻമെൻറ്റ് തന്നോ? പ്രോജക്റ്റ് തന്നോ? ഗ്രേഡ് ചെയ്തോ? ഒന്നും ചെയ്തില്ല. എന്ത് ചെയ്തു? നിങ്ങളോ? ഈ അമ്മയുടെ കാര്യം മാത്രം ചോദിക്കണം. നിങ്ങളെന്തോ ചെയ്തു? നിങ്ങളെ അമ്മ പറഞ്ഞപ്പോൾ എല്ലാം ഉടനിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുകയോ നോട്ട് എഴുതുകയോ ചെയ്തോ? നിങ്ങൾ ശ്രദ്ധിച്ചേ ഇല്ല. അമ്മ ജനിച്ചപ്പോൾ മുതൽ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു, നിങ്ങൾ കണ്ണ് തുറന്ന പോലുമില്ല, കേട്ട ഭാവം നടിച്ചില്ല. ബട്ട് ഷീ കെപ്റ്റ് ഓൺ സ്പീക്കിംഗ് ടു യു. നമ്മുടെ എല്ലാവരുടെയും അമ്മമാർ, അതാണ് അമ്മയെ ഓർക്കാൻ പറഞ്ഞു. അമ്മമാർ നമ്മുടെ അടുത്ത് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം നമ്മൾ തിരിച്ച് പറയാൻ തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൈനീസ് ഭാഷ അറിയാമോ? വളരെ ബുദ്ധിമുട്ടുള്ള ഭാഷ. എന്താണെന്നറിയാമോ? എത്ര അക്ഷരം ഉണ്ടെന്നറിയാമോ? 26 അക്ഷരമുള്ള ഇംഗ്ലീഷ് ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. എന്തുകൊണ്ടാണ് ഇഷ്ടം എന്ന് വെച്ചാൽ പ്രധാന കാര്യം അത് 26 അക്ഷരമല്ലേ ഉള്ളൂ. മലയാളത്തിലാണെങ്കിൽ 51 അക്ഷരവും 5 ചില്ലക്ഷരവും കൂട്ടക്ഷരം കൂടെ ചേർത്താൽ 400 അക്ഷരമുണ്ട്. 400 കൂട്ടക്ഷരം കൂടെ ഉണ്ടെങ്കിൽ. ചൈനീസിൽ 20,000 അക്ഷരമുണ്ട്. നിങ്ങൾ ആരെങ്കിലും പഠിക്കാൻ തയ്യാറാവുമോ? പക്ഷേ ചൈനീസ് ഭാഷ നിങ്ങൾ പഠിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പ വഴി എന്താണെന്നറിയാമോ? ഇനിയൊന്നും ചെയ്യാവൂല, നേരത്തെ ആലോചിക്കണമായിരുന്നു. ജനിച്ച ഉടനെ തന്നെ നിങ്ങളെ ചൈനയിലെ ഒരു അമ്മയെ കൊണ്ടാക്കിയാൽ മതിയായിരുന്നു, അമ്മയെടുത്ത് കൊണ്ടാക്കിയാൽ മതിയായിരുന്നു. നിങ്ങൾ ചൈനീസ് ഭാഷ സംസാരിച്ചേനെ. നിങ്ങൾ ചൈനീസ് സ്കൂളിൽ പോയി അവിടുത്തെ അക്ഷരം പഠിച്ചേനെ. ചൈനയെ പഠിക്കുന്ന ഒരു കുട്ടിയും സ്കൂളിൽ പോയിട്ട് പറയില്ല, അയ്യോ അമ്മ ഇവിടുത്തെ 20,000 അക്ഷരമുണ്ട്, ഞാൻ പാകിസ്ഥാനിൽ പോയി ജീവിച്ചോളാം എന്ന് ഒരു കുട്ടിയും പറയില്ല. എല്ലാ കുട്ടിയും ആ ജനിച്ച സ്ഥലത്തെ ഭാഷ പഠിക്കും. അത് വളരെ സ്വാഭാവികമായിട്ട് അത് പഠിക്കും. അതെങ്ങനെ പഠിക്കുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐ എം ആൻസറിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് നോട്ട് AI ഹാപ്പൻ ബിഫോർ? 1956 മുതൽ AI തുടങ്ങിയെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചില്ല? കാരണം വളരെ സിമ്പിളാണ്. ഈ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് മണ്ടന്മാരായിരുന്നു. ദേ ട്രൈഡ് ടു ടീച്ച് ദ കമ്പ്യൂട്ടർ ആസ് ഇഫ് ഇറ്റ് വാസ് ആൻ അഡൽട്ട്. അതാണ് അതിൽ കളി. ഇൻ 2011 ഇറ്റ് വാസ് ഷോൺ ദാറ്റ് ഈസ് നോട്ട് ദ അപ്രോച്ച്. ടീച്ച് ഇറ്റ് ആസ് ഇഫ് ഇറ്റ് ഈസ് എ ബേബി. ഒരു കുഞ്ഞാണെന്ന് വിചാരിച്ച് പഠിപ്പിച്ചാൽ. അപ്പോൾ മുതിർന്നവരെ പഠിപ്പിക്കുന്നതും കുഞ്ഞിനെ പഠിപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ. സോ ദാറ്റ് ഈസ് വാട്ട് കോസ്റ്റ് ദ AI റവല്യൂഷൻ. ഞാൻ 91 കേംബ്രിഡ്ജിൽ പോയി പഠിച്ചത് ഒരു അഡൽറ്റിനെ എങ്ങനെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുള്ള രീതിയിൽ കമ്പ്യൂട്ടറെ പഠിപ്പിക്കാനാണ്. അപ്പോൾ ഗ്രാമറിനെ പറ്റി പഠിക്കണം, ഗ്രാമറിൻ്റെ റൂൾസ് എഴുതി ഉണ്ടാക്കണം, അതിനെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യണം. ഇപ്പം അങ്ങനെയല്ല, ഒന്നും ചെയ്യണ്ട. ആ ഭാഷയുടെ എക്സാമ്പിൾ നിറച്ചങ്ങോട്ട് കൊടുത്താൽ മതി. അങ്ങനെ ചുമ്മാ കൊണ്ട് മുന്നേ വെച്ചാൽ പഠിക്കുമോ? ഇല്ല. അതിനൊരു അൽഗരിതം ഉണ്ട്, ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് 1987 തന്നെ കണ്ടുപിടിച്ചിരുന്നു. സിമ്പിളായിട്ടൊരു മെത്തേഡാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ട അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ടു ഫൈൻഡ് ദ പാരാമീറ്റർ വിച്ച് ക്യാൻ ക്യാപ്ചർ ദ നോളജ്. അതിനാണ് 2024 ഫിസിക്സിൽ നോബൽ സമ്മാനം കൊടുത്തത്. ഈ 1987 കണ്ടുപിടുത്തത്തിനാണ് കൊടുത്തത്. അത് കമ്പ്യൂട്ടറിന് നോബൽ സമ്മാനം ഇല്ലാത്തതുകൊണ്ടാണ് ഫിസിക്സിൽ കൊടുത്തത്.
എന്തായാലും ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോഴത് വർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇതുവരെ വർക്ക് ചെയ്തില്ല എന്ന് വെച്ചാൽ അതിന് വേറെ ചില കാരണം കൂടെ ഉണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ വാസ് നോട്ട് സോ ഡെവലപ്ഡ് ഇൻ 1980s 90s. ഇപ്പോൾ ഒരു ഭീമൻ ഒരു ബ്രെയിൻ ഉണ്ട്, കണ്ടാൽ നമ്മുടെ ചോറ്റുപാത്രത്തിൻ്റെ ഇത്രയും വലിപ്പമുള്ളൊരു സാധനമാണ്. അത് ചിപ്പ് വളരെ ചെറുതാണ്, പക്ഷേ അതിൽ ഫാനും കൂടെ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അത്ര ചൂടുണ്ടാക്കുന്ന സാധനമാണ്. അതിൻ്റെ പേരാണ് NVIDIA എന്ന് പറഞ്ഞ CPU കമ്പ്യൂട്ടറിൻ്റെ. അതിൻ്റെ 10,000 എണ്ണം ചേർത്ത് വെച്ചിട്ടാണ് ഈ നമ്മുടെ ChatGPT വർക്ക് ചെയ്യുന്നത്. 10,000 തലച്ചോറ് ചേർത്ത് വെച്ചിരിക്കുക. ആ ഓരോ തലച്ചോറും നമ്മുടെ തലച്ചോറിനേക്കാളും ശേഷിയുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഞാൻ AI ഹ്യൂമനോയിഡ് റോബോട്ടിലോട്ട് വരികയാണ്. ആയിട്ട് പോവാം. ഒന്ന്, ഈ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ, നിങ്ങളുടെ ടീച്ചേഴ്സിന് അറിയണമെങ്കിൽ ഒരു കടലാസ് പാസ് ചെയ്ത് എല്ലാവരുടെയും പേരെഴുതി വാങ്ങിക്കണം അല്ലേ? പക്ഷേ ഇന്ന് AI ക്യാമറ, നിങ്ങൾക്കില്ല എത്ര പേർക്ക് ആധാർ കാർഡുണ്ട്? ആധാർ ഓ, എല്ലാവരും ആധാറുകാരാ. ഗുഡ്. ഈ ആധാർ ഡേറ്റാബേസുമായിട്ട് ഒരു AI ക്യാമറ കണക്ട് ചെയ്തിട്ട് ഇവിടെ വെക്കാമെങ്കിൽ, ആ ക്യാമറ വെക്കാമെങ്കിൽ നമ്മൾ അതിനോട് ചോദിക്കുകയാണ് ഈ ക്ലാസ്സിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ അത് നൊടിയിടയിൽ ആ ചോദിച്ച ഉടനെ തന്നെ മറുപടി പറയും 108. എന്നിട്ട് അവരുടെ മുഴുവൻ പേര് അപ്പം തന്നെ പ്രിൻ്റ് ചെയ്ത് തരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ആധാർ ഡേറ്റാബേസിൽ നിന്ന്. നിങ്ങളുടെ മുഖം നോക്കിയാൽ ഉടനെ അതിന് ആരാന്നറിയാം. എല്ലാവരെയും ഒരു സെക്കൻഡ് കൊണ്ട് ആ പ്രിൻ്റ് ഔട്ട് കിട്ടും. ഈ ക്ലാസ്സിൽ ആരൊക്കെ ഇരിക്കും. ഇവിടെ മാത്രമല്ല, ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വെച്ചാൽ ഈ ട്രെയിൻ ഇറങ്ങി വരുന്ന എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തും വിശദാംശവും അതിന് തരാൻ നോക്കും. ഇതിനെ പറയുന്നത് ക്രൗഡ് കൗണ്ടിങ് എന്നാണ്. ക്രൗഡ് കൗണ്ടിങ് വലിയൊരു സോഷ്യൽ സെക്യൂരിറ്റിയിൽ വലിയൊരു ഉപയോഗമുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ്, ഇത് വേറെ രസം നോക്കൂ. ഇതിനെ പറയുന്നത് ഡെൻസ് ക്യാപ്ഷനിങ് എന്നാണ്. ഒരു പടം കൊടുത്തിട്ട്, ഈ ക്ലാസ് മുറിയുടെ പടം കൊടുത്തിട്ട് ഇവിടെ എന്തൊക്കെ കാണുന്നു എന്ന് ചോദിച്ചാൽ അത് നുള്ളിപ്പറക്കി എല്ലാം പറയും. ഇതിപ്പോൾ ഈ പടം എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. പുള്ളിയുടെ പടത്തിൽ കൊടുത്തിരിക്കുമ്പോൾ അതിൻ്റെ പോക്കറ്റിൽ പേനയുണ്ട്, കയ്യിൽ കീ ചെയിനുണ്ട്, പുറകിൽ വാട്ടർ ബോട്ടിലുണ്ട്, പുറകെ ഒരു ഫ്ലാഗ് ഉണ്ട്, അപ്പുറത്തൊരു ലാപ്ടോപ്പ് ഇരിപ്പുണ്ട്, അവിടെ കസേര ഇരിക്കുന്നു, ഷൂസ് ഇട്ടിട്ടുണ്ട്, ഇന്ന ബ്രാൻഡിലുള്ള വാച്ച് കയ്യിലിരിക്കുന്നു. കംപ്ലീറ്റ് പറയും. നിങ്ങളൊക്കെ പഴയ മമ്മൂട്ടിയുടെ CBI ഡയറിക്കുറിപ്പൊക്കെ കണ്ടിട്ടുണ്ടോ? അതൊക്കെ സിനിമയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ക്രൈം സീനിൽ ചെന്നിട്ട് പോലീസുകാർ അന്വേഷിച്ചപ്പം കിട്ടിയില്ല, ഒന്നും മനസ്സിലായില്ല. പക്ഷേ CBIയുടെ ആൾ വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ സൈഡിലൊരു ബീഡിക്കുറ്റി കിടക്കുന്നു, അദ്ദേഹം അത് എടുക്കുന്നു. എടുത്ത ഉടനെ കഥ മാറുന്നു. ഈ ബീഡിക്കുറ്റി നേരത്തെ പോലീസുകാരനെ കാണിച്ചിരുന്ന അയാൾ ചിലപ്പം കണ്ടുപിടിച്ചേന് ഇത്. പക്ഷേ ഇറ്റ് ഡിഡ് നോട്ട് ഒക്കർ ടു ദം. ഈ ഡെൻസ് ക്യാപ്ഷനിങ് ഉണ്ടെങ്കിൽ ഒരു സീനിൽ കൊടുത്താൽ അവിടെ കാണുന്ന എല്ലാ സാധനവും നുള്ളിപ്പറക്കി പറയും എന്തൊക്കെയാണ്. ഇറ്റ് വിൽ ഐഡൻറ്റിഫൈ ആൻഡ് ലിസ്റ്റ് ഔട്ട് ഓൾ തിങ്സ് ഇൻ എ സീൻ. ഇതെല്ലാം പോലീസിൽ വലിയ ഉപയോഗമുള്ള സാധനങ്ങളാണ്. നെക്സ്റ്റ്, ഡ്രൈവറില്ലാത്ത കാറിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. നമ്മുടെ നാട്ടിൽ കൊണ്ട് വിൽക്കാൻ കൊണ്ടുവന്നു ഓൾറെഡി. അപ്പോൾ അത് തൽക്കാലം അത് ഓടുന്നത് ഹൈവേയിൽ കൂടെ ഓടാനാണ് അതിന് സൗകര്യം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഭാവിയിൽ എല്ലാ കാറും ഡ്രൈവറില്ലാത്ത കാറാകും. നമ്മൾ വണ്ടി ഓടിക്കേണ്ടി വരില്ല. അങ്ങനെ വരുമ്പോൾ ട്രാഫിക് പോലീസിൻ്റെ ആവശ്യം വരില്ല. കാരണം കാറ് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുകയാണ്, നിയമം പാലിച്ചുകൊണ്ട് അത് ഓടുകയുള്ളൂ. ട്രാഫിക് ലൈറ്റിൻ്റെ ആവശ്യം വരില്ല, ട്രാഫിക് ജാം ഉണ്ടാവില്ല. പാർക്കിങ്ങും എവിടെ വേണോ പാർക്ക് ചെയ്യാം. വണ്ടി വേണേൽ നടുവഴിക്ക് പാർക്ക് ചെയ്തിട്ട് പോകാം. ബാക്കി ആരും ചീത്തയൊന്നും വിളിക്കില്ല. കാരണം ബാക്കി കാറിനെല്ലാം അറിയാം ഇത് പാർക്ക് ചെയ്തിരിക്കുകയാണെന്ന്. അത് അതിൻ്റെ സൈഡിൽ കൂടെ ഒഴിച്ച് പൊയ്ക്കോളും എങ്ങനെ വേണം. ആ കാറും അങ്ങനെ ആവശ്യമില്ലാതെ പാർക്ക് ചെയ്യില്ല. അതൊരു വേണ്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടായിരിക്കും പാർക്ക് ചെയ്യുന്നത്. ആക്സിഡൻസ് 1,00,000-1 കുറയുന്നതാണ് പറയുന്നത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ ആരെങ്കിലും വണ്ടി കൊണ്ടുപോയി ഇൻഷുർ ചെയ്യാനായിട്ട് പൈസ ചിലവഴിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. നെക്സ്റ്റ്, ഇതിലോട്ട് ഞാൻ പിന്നെ വേണേൽ വരാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, അപകടകരമായൊരു കാര്യം, നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് കള്ളം പറയുന്നുണ്ടോ എന്ന് പറയാൻ AIന് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ എന്തും ചെയ്യാൻ സാധിക്കുന്നില്ല. കള്ളം പറയുകയാണോ, ദേഷ്യം വന്നിട്ട് അത് കാണിക്കാതിരിക്കുകയാണോ, ഇതെല്ലാം അതിന് നോക്കിയിട്ട് പറയാനായിട്ട് സാധിക്കും. ഇതൊന്നും ഭാവിയിലെ കാര്യമല്ല, ഇപ്പം നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. കള്ളം പറയാനൊത്തില്ലെങ്കിൽ ജീവിതം വളരെ ദുസ്സഹമായിരിക്കും കേട്ടോ. സത്യം പറയുന്ന പോലല്ല, സത്യം പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാം. കള്ളം പറയാനൊത്തില്ലെങ്കിൽ വലിയ പ്രശ്നം. അപ്പോൾ കാമുകനും കാമുകയും കൂടെ സംസാരിക്കുകയാണ്. ഇദ്ദേഹം മൊബൈലിൽ പെൺകുട്ടി ഒരു ആപ്പ് വെച്ചിട്ടുണ്ട്, പ്രണയം ആപ്പ് പോക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്. ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അത് മറുപടി പറഞ്ഞു. അത് ഒരു ബീപ്പ് സൗണ്ട് കേൾപ്പിച്ചു, കള്ളമാണെന്ന്. വലിയ പ്രശ്നമായി പോവും. അവിടെ മാത്രമല്ല, നമ്മുടെ മന്ത്രി വന്ന് സംസാരിക്കാതിരിക്കുമ്പോൾ നമ്മൾ പറയും നമുക്കെല്ലാം ബഹുമാനപ്പെട്ട
നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മന്ത്രി എന്ന് പറയുന്നു. മന്ത്രിയുടെ അടുത്ത് ഈ ആപ്പുണ്ട്. ആ ആപ്പ് പറയുന്നു ഇദ്ദേഹം കള്ളമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാവില്ലേ? അതുപോലെ നിങ്ങൾ ടീച്ചർമാരുടെ അടുത്ത് എന്ന് പറയുന്നു ടീച്ചർ ഇന്നലെ ഭയങ്കര തലവേദനയായിരുന്നു അതുകൊണ്ട് ഹോംവർക്ക് ചെയ്തില്ല എന്ന് പറയുമ്പോൾ. ഞാൻ ചൈനയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ചൈനയിൽ ചെന്നാൽ ഈ കുട്ടികളുടെ തലയിലൊരു ബാൻഡ് ഇട്ടിട്ടിരുത്തുന്നു. നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ കാണാം. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ ഉടനെ ഇവിടെ ചുവപ്പ് ലൈറ്റ് കത്തും. നിങ്ങൾക്ക് വേണോ? ആ നെക്സ്റ്റ്. അതുപോലെ ഭാഷയുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഏറ്റവും ആദ്യം പഠിച്ചത്. എങ്ങനെയാണ് മനുഷ്യഭാഷ AI കൈകാര്യം ചെയ്യുന്നത്? നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അറിയാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ ഇടം തരാം. ഇപ്പം കേട്ടോ, അല്പസമയം കേൾക്ക്. ഗൂഗിൾ ട്രാൻസ്ലേറ്റിനകത്ത് ഇതൊരു 5 വർഷം മുമ്പ് ഞാൻ കൊടുത്തതാണ്. നമ്മൾ വരികൾ കൊടുത്താൽ അത് തർജ്ജമ ചെയ്യുന്നുണ്ട്. തർജ്ജമ എത്ര നല്ലതാണോ എന്ന് നമുക്ക് പല അഭിപ്രായം കാണും. എൻ്റെ പൊന്നമ്മച്ചി എന്നുള്ളതിന് മൈ ഗോൾഡ് അമ്മ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിരി വരുന്നെങ്കിലും നിങ്ങൾ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ട്രാൻസ്ലേഷൻ പറഞ്ഞു തരാമോ? മലയാള ഭാഷ തൻ മാദക ഭംഗി, മലയാളം ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് ഇൻടോക്സിക്കേറ്റിംഗ് ബ്യൂട്ടി. പക്ഷേ ഇതെല്ലാം 5 കൊല്ലത്തിനും മുമ്പുള്ളതാണ്. ഇപ്പോൾ അതെല്ലാം മാറി ഭയങ്കരമായിട്ട് അതിന് മെച്ചപ്പെടലുണ്ടായി എന്നുള്ള. നെക്സ്റ്റ്, ഇത് ഞാൻ ഒരു പരീക്ഷ നടത്തിയതാണ്. ഒരു വരി കൊടുക്കും, അതിനെ ഇംഗ്ലീഷിലോട്ടാക്കും, വീണ്ടും മലയാളത്തിലോട്ടാക്കും. എന്നിട്ട് 2 മലയാളം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും. 12 മക്കളെ പെറ്റൊരമ്മേ, 12 കുട്ടികൾ അമ്മ, നിൻ്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ, ഞാൻ നിങ്ങളുടെ മക്കളുടെ ഭ്രാന്തനാണ് എന്നാണ് എഴുതുന്നത്. മൊഴികളിൽ നീരാടാം, പ്രസ്താവനകളിൽ നീന്താൻ കഴിയും. അപ്പോൾ ഇത് ആദ്യത്തെ പൊയറ്റിക്കും, മറ്റേത് വളരെ ഡ്രൈ. അടിച്ചതിൻ്റെ ഷേപ്പ് മാറ്റിക്കളയും, നിന്നെ തല്ലുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. കാതിൽ തേൻമഴ എന്ന് പറയുന്നത് ചെവിയിലെ തേൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും അത്ര പോരാ. ഈ എന്ത് വേണം മോനെ പറഞ്ഞു കാണാം. ഓക്കെ, സോറി, ഇതൊന്നും അത്ര പോരാ. പക്ഷേ ഇത് 5 കൊല്ലത്തിന് മുമ്പാണ്. ഐ ആം സോ സർപ്രൈസ്ഡ്. ഞാൻ ഏതാനും മാസം മുമ്പ് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വിട്ടിട്ട് ChatGPT എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. നെക്സ്റ്റ്, ഇത് നിങ്ങളൊക്കെ സിനിമ കാണുമ്പോൾ ഉള്ള നിങ്ങൾക്കുള്ള ഇഷ്ടനായികമാർ കാണില്ല. എൻ്റെ ഇഷ്ടനായിക ഇതാണ്, നിങ്ങളാരും കണ്ടു കാണില്ല. അല്ല, ജയഭാരതി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുമാണ്. അപ്പോൾ ഇതിൽ ChatGPT എടുത്ത് ഞാൻ ചോദിച്ചു കാതിൽ തേൻമഴ എന്നുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എ ഡ്രിസിൽ ഓഫ് ഹണി ഇൻ ദ ഇയേഴ്സ്. എന്നിട്ട് തിരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് എഴുതിയിരിക്കുന്നത് കാതിൽ തേൻതുള്ളികൾ വീണതുപോലെ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നീളം കൂട്ടി അതിനെ ഒരു കാവ്യാത്മകമായ വരിയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇത് ജയഭാരതി അഭിനയിച്ച ഒരു സീനിൽ സാറൊക്കെ പാട്ട് കേട്ട് കാണും. പൊൻവയിൽ മണിക്കച്ച അഴിഞ്ഞു വീണു എന്നുള്ള പാടണോ പ്രിയ? അതിലൊരു വരിയാണ്, കാഞ്ചന നോപുരങ്ങൾ അഴിച്ചു വെച്ചു കാളിന്തി പൂനിലാവിൽ മയക്കമായി. കാഞ്ചന നോപുരങ്ങൾ അഴിച്ചു വെച്ചു കാളിന്തി പൂനിലാവിൽ മയക്കമായി. ഈ വരി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അത് പറയുകയാണ്, ദ ഗോൾഡൻ ആങ്ക്ലെറ്റ്സ് വെയർ റിമൂവ്ഡ് ആൻഡ് സെറ്റ് എസൈഡ് ഇൻ ദ മൂൺലിറ്റ് ഗ്ലോ ഓഫ് കാളിന്തി ഡ്രിഫ്റ്റിംഗ് ഇൻ ടു എ ജെൻറ്റിൽ ട്രാൻസ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ വരി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ ഒത്തു വന്നാലേ നമുക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. തിരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതെൻ്റെ അടുത്ത് പറയുകയാണ്, കാളിന്തി നദിയുടെ പശ്ചാത്തലത്തിലുള്ള ഈ വരികൾക്ക് അല്പം കാവ്യാത്മകമായ ശൈലിയാണ് കൂടുതൽ അനുയോജ്യം എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു? കാളിന്തിയിലെ നിലാവൊളിയിൽ മെല്ലെ ഒരു മനോലഹരിയിൽ അലിഞ്ഞു ചേരുന്നു. ചിലരെല്ലാം ഇത് നോക്കിയിട്ട് പറയും ഇത് പോരാ, ഇത് ശരിയല്ല എന്ന് പറയും. നിങ്ങളുമൊക്കെ അങ്ങനെ പറയുന്നവർ കാണാം, പ്രത്യേകിച്ച് മുതിർന്നവരാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയുന്നവർക്ക് ഞാൻ ഒരു കാര്യം പറയാം. AI ഉണ്ടല്ലോ, 5 വയസ്സുള്ളൊരു കൊച്ചാണ്. AI 5 വയസ്സുള്ളൊരു കൊച്ചാണ്. ഏതെങ്കിലും 5 വയസ്സുള്ള കൊച്ച് പിന്നെ കാഞ്ചന നൂപുരങ്ങൾ അഴിച്ചു വെച്ചു എന്നുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യൂ?
അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് 5 വയസ്സുള്ളൊരു കൊച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തെങ്കിൽ നമ്മളിപ്പോൾ 2047 കുറിച്ചാണ് പറയുന്നത്. 2047 ആകുമ്പോഴുണ്ടല്ലോ ഈ ഒറിജിനൽ കവിതയെക്കാളും നല്ല ട്രാൻസ്ലേഷൻ അത് എഴുതി തരും. അതാണ് അതിൻ്റെ സ്വഭാവം. എന്ന് മാത്രമല്ല, ഞാൻ ഒരുപാട് പരീക്ഷണം നടത്തി. ഇത് ശ്രീകുമാരൻ തമ്പി എന്ന് പറഞ്ഞ കവിയാണ് ഈ വരി എഴുതിയിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടിൻ്റെ വരി ChatGPTക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിഷ്ടമുള്ള ഇന്നിന്ന കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്ന ഒരു പ്രണയഗാനം ശ്രീകുമാരൻ തമ്പി എഴുതിയ പോലെ എഴുതിത്തരാൻ പറഞ്ഞു. അതിമനോഹരമായ കവിത അത് എഴുതി തന്നു. 5 വയസ്സേ ഉള്ളൂ. 5 വയസ്സുള്ള കൊച്ചാണ്. നെക്സ്റ്റ്. ഇത് കേരളത്തിൽ ഒരിക്കലും ആർക്കും, നിങ്ങൾ കുട്ടികൾ കണ്ടിട്ടുണ്ടോ? സന്ദേശം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ ആർക്കും മനസ്സിലായിട്ടില്ലാത്ത ഒരു ഡയലോഗ്. ആ ഡയലോഗ് AIക്ക് മനസ്സിലാകുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും രസം. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ടിയ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഫേമസ് ഡയലോഗാണ്. ഇതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് തിരിച്ച് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ 4 വാക്കുകൾക്ക് മാത്രമേ ചെറിയ തോതിലെങ്കിലും അർത്ഥവ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം അതേ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം മലയാളിക്ക് മനസ്സിലാകാത്ത വരട്ട് തത്വവാദം വരെ ഇപ്പോൾ അതിന് മനസ്സിലാകുന്നുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ്. ഇതിൻ്റെ വീഡിയോ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇത് ജോർജിയ ടെക് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നെറ്റിലുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ഇതുവരെയുള്ള അക്ഷരങ്ങൾ കൊണ്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഒരു റോബോട്ടിക് ആം, അതിൻ്റെ കയ്യിലൊരു വയലിൻ എടുത്ത് വെച്ച് കൊടുത്താൽ ഈ പയ്യനിരുന്ന് വയലിനിൽ വായിക്കുകയാണ്, പ്രോംപ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണുന്നത് ChatGPT എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് കാണുന്നത്. ഇതങ്ങനെയല്ല, വയലിൻ വായിച്ച് പ്രോംപ്റ്റ് ചെയ്യുകയാണ്. അതായത് ശങ്കരാഭരണം എന്ന് പറഞ്ഞ രാഗം, നേരത്തെ കേട്ട പാട്ട് ആ രാഗത്തിലാണ്. കാഞ്ചന നോവുരങ്ങൾ അഴിച്ചു വെച്ചു. ശങ്കരാഭരണ രാഗം ഇദ്ദേഹം വയലിന് മീട്ടുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് 2 വയലിനിസ്റ്റ് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്ത് വായിക്കുന്നത് പോലെ അത് വായിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് എന്തും ചെയ്യാമെന്നുള്ളതിന് ഞാൻ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കണ്ടിരിക്കുന്നത് ഇതാണ്. കാരണം മനുഷ്യൻ്റെ സൗന്ദര്യ സങ്കല്പം പഠിച്ചെടുക്കാമെങ്കിൽ അതിന് പിന്നെ ശാസ്ത്രമൊന്നും പഠിക്കാൻ ഒരു പ്രശ്നമേ അല്ല. നെക്സ്റ്റ്. ഇനി നമ്മുടെ പ്രഭാഷണത്തിൻ്റെ ആദ്യം പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഹ്യൂമനോയിഡ് റോബോട്ട് എന്നുള്ളതാണ്. ഹ്യൂമനോയിഡ് റോബോട്ട് എന്ന് വെച്ചാൽ മനുഷ്യ സദൃശ റോബോട്ട് എന്നാണ് അർത്ഥം. നമ്മൾ ഇതുവരെ കേട്ടത് മനുഷ്യനെ പോലെ ചിന്തിക്കാനൊക്കുന്ന ഒരു സംവിധാനം. ഞാൻ പറയാം, ഒരു കാര്യം, 1 മിനിറ്റ് ഒന്ന് സംസാരിച്ചോ. എല്ലാവരും സംസാരത്തിൻ്റെ കൊതി തീരട്ടെ. 1 മിനിറ്റ് സംസാരിക്കും എല്ലാവരും. ഓക്കെ, ഫ്രീസ്. ഇതുവരെ നമ്മൾ കണ്ടത് AI ഒരു സാധാരണ കമ്പ്യൂട്ടറിനകത്തിരിക്കുന്നു. അത് ഭാഷ കൊണ്ടും അല്ലെങ്കിൽ പടം വരയ്ക്കാനും ഒക്കെ നമ്മൾ അതിനോട് പറഞ്ഞാൽ മനുഷ്യനെ പോലെ അത് പ്രതികരിക്കുന്നു. പക്ഷേ അതിനെ കണ്ടാൽ മനുഷ്യനെ പോലെ അല്ല ഇരിക്കുന്നത്, അത് മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെ ഇരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അത് മനുഷ്യരൂപമുള്ള ഒരു കമ്പ്യൂട്ടറിനകത്തിരിക്കും. മനുഷ്യരൂപം മാത്രമല്ല, അത് മനുഷ്യനെ പോലെ നടക്കാനും ഓടാനും തൊടാനും പിടിക്കാനും ഒക്കെ വെക്കുന്ന ഒരു കമ്പ്യൂട്ടർ. അതിനെ നമ്മൾ പറയുന്നതാണ് റോബോട്ട്. മനുഷ്യൻ്റെ ചലനശേഷിയും കാഴ്ചശേഷിയും എല്ലാം, കാഴ്ചശേഷി ഇപ്പം തന്നെ ലാപ്ടോപ്പിനും മൊബൈലിനും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് മനുഷ്യൻ്റെ രൂപത്തിൽ തന്നെ ഇരിക്കും. അതിൽ AIയും കൂടെ വരുമ്പോൾ അതിനെയാണ് നമ്മൾ ഹ്യൂമനോയിഡ് റോബോട്ട് എന്ന് വിളിക്കുന്നത്. മനുഷ്യനെ പോലെ ഇരിക്കുന്ന ബുദ്ധിയുള്ള ഒരു യന്ത്രം. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നത് എൻ്റെ വീടാണ്. കാര്യവട്ടത്ത് മണ്ണ് കൊണ്ട് ഞാനൊരു വീട് വെച്ചിട്ടുണ്ട്. ആ വീടാണ്. പ്രിയ ചെയ്ത ചില മ്യൂസിക് വീഡിയോ ഒക്കെ അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കണ്ടാൽ വളരെ പഴയ വീടാണെന്ന് തോന്നുമെങ്കിലും വളരെ പുതിയ വീടാണ് കേട്ടോ. ആ വീടിൽ ഞാൻ 2047 ആവണ്ട, ഒരു 10 കൊല്ലത്തിനകം കാണുന്നതെന്ന് വെച്ചാൽ അവിടെ മുറ്റം തൂക്കാനായിട്ട് നമ്മുടെ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് വരും. പറഞ്ഞാൽ ഭംഗിയായിട്ട് തൂത്ത് പറക്കിയിട്ട് പോകും. പുല്ല് പറിക്കാൻ പറഞ്ഞാൽ പുല്ല് പറിക്കും, മുറ്റം വൃത്തിയാക്കിയിട്ട് തരും. ഇപ്പോൾ ഇത് നിൽക്കുന്നത് ഒരു മെറ്റാലിക് ബോഡിയോടുകൂടിയാണ് നിൽക്കുന്നതെങ്കിലും അതിനെപ്പറ്റി പറയുന്നത് അത് അങ്ങനെ ആയിരിക്കില്ല വരുന്നത്. അതിൻ്റെ ശരീരത്തിൽ സിലിക്കോൺ അത് വെച്ചിട്ട് മനുഷ്യൻ്റെ ശരീരം പോലെ തൊട്ടാൽ പതുപതായിരിക്കും, റബ്ബർ കൊണ്ടും ആവാം. അങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഒരു യന്ത്രമായിരിക്കും വരുന്നത്. അത് നെക്സ്റ്റ്.
നേരത്തെ ഞാൻ പറഞ്ഞ എന്ത് ചെയ്യാനൊക്കെന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? എന്തും ചെയ്യാം. ദോശ ചുടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീട്ടിൽ പണ്ട് കാലത്ത് അമ്മമാരും കൂടെ ഇരുന്നാണ് ദോശയ്ക്ക് അരി അരച്ചുകൊണ്ടിരുന്നത്. ഞാൻ എന്ത് പറഞ്ഞു? അമ്മമാരും ഇരുന്നാൽ പോരാ, ആരൊക്കെ ഇരിക്കണമായിരുന്നു? അച്ഛന്മാരും അപ്പൂപ്പന്മാരും കൂടി ഇരിക്കണമായിരുന്നു. എന്തായാലും ഈ ചർച്ചയ്ക്ക് ഇപ്പം ഇനി അധികം പ്രസക്തിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഇരിക്കണ്ട. അമ്മമാരും ഇരിക്കണ്ട, അച്ഛന്മാരും ഇരിക്കണ്ട, അമ്മമ്മമാരും ഇരിക്കണ്ട, അപ്പൂപ്പന്മാരും ഇരിക്കണ്ട. ദോശമാവ് ആട്ടുന്ന ജോലി ആര് ചെയ്തോളും? ഹ്യൂമനോയിഡ് റോബോട്ട്. ദോശ ചുടുന്നത് ആര് ചെയ്യും? ഹ്യൂമനോയിഡ് റോബോട്ട്. പാത്രം കഴുകി കൊണ്ടുവരുന്നത് ആര് ചെയ്യും? ഹ്യൂമനോയിഡ് റോബോട്ട്. തിരിച്ച് പാത്രം കഴുകിക്കൊണ്ട് വയ്ക്കുന്ന ആര് ചെയ്യും? ഹ്യൂമനോയിഡ് റോബോട്ട്. നമ്മൾ ചെയ്യാനൊരു സുപ്രധാന ജോലി ബാക്കിയുണ്ട്. എന്താണത്? തിന്നണം, അല്ലേ? അത് മഹാഭാഗ്യമാണ്. റോബോട്ടിന് എന്തും ചെയ്യാനൊക്കെന്ന് പറഞ്ഞു. പക്ഷേ ഞാനവിടെ കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞിരുന്നു. റോബോട്ടിന് ദോശ തിന്നുന്ന റോബോട്ടിനെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ നമ്മൾ ഒരു ദോശ തിന്നുന്ന റോബോട്ട് ഉണ്ടാക്കാം. പക്ഷേ ആ റോബോട്ടിന് ഒരിക്കലും ദോശ തിന്നണം എന്നുള്ള ആഗ്രഹമോ ദോശയുടെ രുചിയോ ദോശയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർമ്മയോ. ഞാൻ നല്ലെണ്ണ ഒഴിച്ച്, എല്ലാവരും ഇപ്പം നെയ്യും വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് നല്ലെണ്ണ ഒഴിച്ച് ദോശ ഇടുമായിരുന്നു. ആ നല്ലെണ്ണ ഒഴിച്ച് ദോശയുടെ മണം വന്നാൽ ഉടനെ അമ്മൂമ്മയെ ഓർക്കും. ഈ റോബോട്ടിന് അമ്മൂമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഓർക്കാൻ ഒക്കില്ല. റോബോട്ടിന് ദോശ തിന്നിട്ടൊരു സന്തോഷം ഉണ്ടാകുകയില്ല നമ്മളതിനെ ബലം പ്രയോഗിച്ച് ദോശ തിന്നിപ്പിച്ചാൽ. അതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ്, ചട്ടണി അരക്കാനായിട്ട് വീട്ടിൽ തേങ്ങ ഇല്ല എങ്കിൽ, തെങ്ങുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എൻ്റെ മുകളിൽ കയറി തേങ്ങ ഇടും, തേങ്ങ പൊതിക്കും, ചിരകും, അരയ്ക്കും, ചമ്മന്തി ഉണ്ടാക്കും, കടുവറുത്ത് നമ്മുടെ പ്ലേറ്റിൽ കൊണ്ട് വെച്ച് തരും. എനിക്ക് തോന്നുന്നു ഏറ്റവും കരുണാപൂർണമായിട്ടുള്ള റോബോട്ടിൻ്റെ, ഞാൻ നേരത്തെ നിങ്ങളെ റോബോട്ടിനെ ഇത്തിരി നെഗറ്റീവായിട്ടാണ് പ്രസൻറ്റ് ചെയ്തത്. പക്ഷെ ഞാൻ പറയുന്നു, ഏറ്റവും കരുണാർദ്രമായിട്ടുള്ള റോബോട്ടിൻ്റെ പെരുമാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് നമ്മുടെ വീട്ടിലെ കിടപ്പ് രോഗിയുടെ അടുത്ത് വന്ന് 24 മണിക്കൂർ അറ്റൻഷനോടെ ഇരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ റോബോട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ വീട്ടിൽ സ്ഥലമില്ലെങ്കിൽ അത് സ്ഥലം ഉണ്ടാക്കും. വെർട്ടിക്കലായിട്ടുള്ള ഗാർഡൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാം മലക്കറി അത് കൃഷി ചെയ്യും. അപ്പോൾ അതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞിട്ട് അത് പോയി കൃഷി ചെയ്തു. ബാക്കി സമയത്തെല്ലാം നമ്മുടെ ജോലിക്ക് വേണ്ടി നിൽക്കുകയാണ്. അത് പോയി കൃഷി ചെയ്ത് കറക്റ്റ് വിളവിന് പറിച്ചുകൊണ്ട് വന്ന് നമുക്ക് കൊണ്ട് അടുക്കളയിൽ കൊണ്ടുവന്ന് കുക്ക് ചെയ്ത് നമുക്ക് കൊണ്ട് വെച്ച് തരും. നല്ല ലോകം അല്ലേ? ഒന്നും ചെയ്യണ്ട. അപ്പോൾ പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം, നമ്മളെന്ത് ചെയ്യും? നെക്സ്റ്റ്, പിന്നെ വീട്ടിലെ ജനലിലെ വിചാരി ഇളകിയാൽ ആരെയും വിളിക്കണ്ട, അത് ചെയ്തോളും പണിയൊക്കെ. മരാമത്ത് പണിയെല്ലാം അത് ചെയ്യും. നെക്സ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാമ്പ് സുരേഷ് വാവയെ വിളിക്കണ്ട. ഇതിനെ കടിച്ചാലും അതിനൊന്നും പറ്റില്ല. അത് പാമ്പിനെ പിടിക്കും, സഞ്ചിക്കകത്താക്കും, എവിടെയാണെന്ന് വെച്ചാൽ സർക്കാർ സംവിധാനത്തിൽ കൊണ്ട് കൊടുക്കും. അതുപോലെ ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 16 ലക്ഷം ആൾക്കാർക്ക് പട്ടിയുടെ കടിയേറ്റിട്ടുണ്ടെന്നാണ്. 16 ലക്ഷം. കേരളത്തിലെ വലിയ പ്രശ്നമാണ്, വളരെ വലിയൊരു പ്രശ്നമാണ്. ഞാനൊരു പരിഹാരം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം അത് മനസ്സിൽ വെച്ചുകൊണ്ട് എപ്പോഴെങ്കിലും അത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടുത്തെ പട്ടിയെ മുഴുവൻ പിടിച്ചിട്ട് ഒരു കപ്പലിൽ കയറ്റി കൊറിയയിലോട്ട് വിട്ടാൽ മതി, നമുക്ക് ഒരുപാട് പൈസ കിട്ടും. കാരണം അവിടുത്തെ പ്രധാനപ്പെട്ട ചാപ്പാടാണ് പട്ടി. ഞാൻ കൊറിയയിൽ സിയോൾ എന്ന് പറഞ്ഞ സ്ഥലത്തെ യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രൊഫസർ എന്നെ വിളിച്ച്, ഞാൻ വന്നപ്പോൾ എന്നെ വിളിച്ചൊരു ഡിന്നറിന് കൊണ്ടുപോയി. ആ കടയുടെ പേര് കണ്ടപ്പം തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. മാഡ് ഡോഗ് റെസ്റ്റോറൻറ്റ് എന്ന് ഇരിക്കും. അപ്പോൾ നമ്മളിനി പട്ടിയെ പേടിക്കേണ്ട, കൂടെ നടക്കാൻ പോകുമ്പം കൂടെ ഈ റോബോട്ടിനെയും കൂടെ വരാൻ പറഞ്ഞാൽ. റോബോട്ടിനെ പട്ടി കടിച്ചാൽ റോബോട്ടിനൊന്നും പറ്റില്ല, മെറ്റാലിക് ബോഡിയാണ്. ചിലപ്പോൾ കയ്യിൽ റബ്ബറൊക്കെ ഇതായി എന്ന് വരാമെന്നുള്ളത്. നെക്സ്റ്റ്, ഇത് എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചതിൻ്റെ പടമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഞാൻ കല്യാണം കഴിച്ചതിൻ്റെ പടമാണ്. ഇത് ഭാവിയിൽ 2039 കല്യാണമാണ് കാണിച്ചിരിക്കുന്നത്. പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ചിലപ്പോൾ റോബോട്ടിനെ കല്യാണം കഴിച്ചു എന്ന് വരാം. ഈ നിങ്ങൾക്ക് കല്യാണത്തിനെ പറ്റിയൊന്നും ആലോചിക്കാനോ അതിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയൊന്നും ആലോചിക്കാനുള്ള പ്രായമായില്ല.
പക്ഷെ ഇവിടെ കല്യാണം കഴിച്ച ടീച്ചേഴ്സൊക്കെ ഇരിക്കുന്നവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെ കല്യാണം കഴിച്ച ഒരു പ്രധാനപ്പെട്ട ഗുണം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായാൽ ഈ റോബോട്ടിനെ സ്വിച്ച് ഓഫ് ചെയ്ത് മൂലയെ വെച്ചാൽ അത് 2 ദിവസത്തേക്ക്. ഒരു പ്രത്യേക ഗുണം നമുക്കുണ്ട്. കേസ് കൊടുക്കുകയോ ഡൈവോഴ്സിനോ ഒന്നും പോകേണ്ട കാര്യമില്ല എന്നല്ല. ഇത് ആണിനും ബാധകമാണ്, പെണ്ണിനെ കാണിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇതിനെ ഞാനിവിടെ സൂചിപ്പിക്കാൻ കാര്യം, നിങ്ങൾ എലോൺ മസ്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എലോൺ മസ്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത് ഈ വർഷം ഇറ്റ് വിൽ റിലീസ് എ ഹ്യൂമനോയിഡ് റോബോട്ട് മാസ് പ്രൊഡ്യൂസ്ഡ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസ് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സാധനം ഉണ്ടാക്കി കാണിച്ചു, കണ്ട വളരെ ഗംഭീരമായിരിക്കുന്നു, പക്ഷേ ആർക്കും വാങ്ങിക്കാൻ ഒക്കില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് അദ്ദേഹം മാസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. ഈ മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റോബോട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പടം കാണിച്ചിരിക്കുന്നത് നെക്സ്റ്റ്. ഈ പടം തിരുവനന്തപുരത്ത് വഞ്ചൂർ ഒരു ജംഗ്ഷനിൽ നിങ്ങൾ പോകുമ്പോൾ നോക്കിക്കോളൂ, ഒരു ഗ്രന്ഥശാലയുണ്ട്. ശ്രീ ചിത്ര തിരുനാൾ ഗ്രന്ഥശാല എന്നാണ് പേര്. അത് സ്ഥാപിച്ച ആളാണ് ഈ നടുക്കിരിക്കുന്നത്, വായനശാല കേശവപിള്ള. ആ ചുറ്റും ഇരിക്കുന്നത് ആ വായനശാലയുടെ ഡയറക്ടർ ബോർഡല്ല, അത് അദ്ദേഹത്തിൻ്റെ മക്കളാണ്. 16 മക്കളാണ്. 16 മക്കളാണ് അദ്ദേഹം. ഞാൻ പറയാൻ കാര്യം, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവരുടെ പ്രൗഢി എന്ന് പറഞ്ഞാൽ ഷീ ഡസ് എ പ്രോജക്റ്റ് വിച്ച് നോ ഹ്യൂമൻ ബീയിങ്, നോ മെയിൽ ഹാസ് എവർ ബീൻ ഏബിൾ ടു ഡു. അതെന്താണ് ആ പ്രോജക്റ്റ്? സ്വന്തം ശരീരത്തിനകത്തൊരു കുഞ്ഞിനെ വളർത്തി 10 മാസം ചുമന്ന് പുറത്തെടുത്തിട്ട് ഇമോഷണലി ആ കുഞ്ഞിനുമായിട്ട് ജീവിതകാലം മുഴുവൻ അതിൻ്റെ ഒരു വെൽവിഷറായിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരാളായിട്ട് മാറുക എന്നുള്ളത് സ്ത്രീക്ക് മാത്രം സാധ്യമുള്ള കാര്യമാണ്. ആണുങ്ങൾക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള റോളും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ പ്രോജക്റ്റ് 16 തവണ ചെയ്ത ആളാണ് ഈ കാണുന്നത്. ആ അടുത്തിരിക്കുന്ന പാവ സ്ത്രീ ഒരു ചെറിയ കൊച്ചിനെ വടി വെച്ചുകൊണ്ടിരിക്കും. ഈ 16 എന്ന് പറഞ്ഞ നമ്പർ കുറഞ്ഞ് ഇപ്പോഴും കേരളത്തിൽ ശരാശരി ഒരു അച്ഛനും അമ്മയ്ക്കും ഉള്ള കുട്ടികളുടെ എണ്ണം ഏകദേശം 1.5 ആണ് ശരാശരി. ആവറേജ് യു ഹാവ് ഓൺലി 1.5 പാരൻറ്. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 1. ഒരു 20 വർഷം കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 1. ലെസ് ദാൻ 1 എന്ന് വെച്ചാൽ അർത്ഥം പല അച്ഛനമ്മമാർക്കും മക്കളില്ല. അതാണ് അവസ്ഥ. അത് അച്ചീവ് ചെയ്ത വലിയ രാജ്യങ്ങളിൽ നമ്പർ 1 ചൈന. ഇപ്പോൾ ഇവിടെ ഇലക്ഷൻ നടക്കുകയാണ്. ഇലക്ഷൻ്റെ പ്രധാന വാഗ്ദാനം എന്താണ്? ക്ഷേമ പെൻഷൻ 3000 രൂപ. നിങ്ങൾ 50 വയസ്സാകുമ്പോൾ ഞാനൊരു പ്രവചനം നടത്തുകയാണ്. അന്നത്തെ ഗവൺമെൻറ് വന്നിട്ട് പറയും, അന്ന് ഇലക്ഷൻ്റെ സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് പറയും, ഞങ്ങളുടെ വാഗ്ദാനം, നിങ്ങൾ ഒരു കുടുംബം ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും വളർത്തുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം 10,000 rupees അലവൻസ് ഫോർ ബ്രിങ്ങിങ് അപ്പ് ദ ചൈൽഡ്. നിങ്ങൾ രണ്ടാമതൊരു കുഞ്ഞിനെയും കൂടെ ജനിപ്പിക്കുകയാണെങ്കിൽ മാസം 25,000 രൂപ ഞങ്ങളുടെ ഫെലോഷിപ്പ് അല്ലെങ്കിൽ ഗ്രാൻഡ്. നോക്കൂ, ഇത് പല രാജ്യത്തുണ്ട്. സ്വീഡൻ ഫോർ എക്സാമ്പിൾ അല്ലേ, ബിന്ദുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയും. വൺ ഓഫ് ഹെർ ഫ്രണ്ട്സ് ഇസ് ഇൻ സ്വീഡൻ, ഡോക്ടർ ബിന്ദു. നിങ്ങൾ അവിടെ ജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികളുണ്ടാകുക എന്നുള്ളതാണ്. ഓരോ കുട്ടി കൂടുതലുണ്ടാകുമ്പോഴും ഗവൺമെൻറ് പ്രത്യേകം ഗ്രാൻഡ് തരും. കേരളം അതിലേക്കാണ് പോക്ക്. അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്തെല്ലാം പറയുകയാണ്, വെൻ യു ബിക്കം പാരൻസ്, ഹാവ് ആസ് മെനി ബേബീസ് ആസ് യു വാണ്ട്. ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് വാല്യുബിൾ തിങ് ഇൻ ദ കമ്മിങ് ഇയേഴ്സ്, ടു ഹാവ് മോർ ബേബീസ്. എന്തായാലും നമ്മുടെ വായനശാല കേശവരുടെ അത്രയും പോകണ്ട കേട്ടോ, അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ആലോചിക്കും, അല്ല റോബോട്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഈ അമ്മ രാവിലെ എത്ര ദോശ വിട്ടുകയാണെന്ന് ആലോചിക്കും. 16 പിള്ളേർ 5 ദോശ വെച്ച് തിന്നുമെങ്കിൽ എത്ര ദോശയായി? 80 ദോശ ചുടണം രാവിലെ. എത്ര തേങ്ങയുടെ ചമ്മന്തി അരയ്ക്കണം? ഓക്കെ, നെക്സ്റ്റ്. ഇതാണ് അവരിത്തിരി സംസാരിച്ചോട്ട് കുഴപ്പമില്ല, സന്തോഷമായിട്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് എലോൺ മസ്ക് പറഞ്ഞിരിക്കുന്ന റോബോട്ട്. ഈ റോബോട്ടിൻ്റെ പ്രത്യേകത, അതിന് ഗർഭം ധരിക്കാൻ കൂടെ സാധിക്കും. റോബോട്ട് ദോശയും ചമ്മന്തിയും മാത്രമല്ല, ഇതിന് വലിയ അത്ഭുതമൊന്നുമില്ല. നമുക്ക് കേൾക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നുന്നില്ല. ഇറ്റ്സ് എൻ ഇൻക്യുബേറ്റർ ബേസിക്കലി. എൻ്റെ ശരീരത്തിൽ തന്നെ ഒരുപാട് ടെക്നോളജി കണക്ട് ചെയ്ത് ആ കുഞ്ഞ് വളരുന്നത് പരിശോധിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ഇൻക്യുബേറ്ററാണ്. അപ്പോൾ
സ്ത്രീകൾ പറയുകയാണ് എനിക്ക് കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാനൊന്നും നോക്കില്ല, ഭയങ്കര ഇറ്റ്സ് എ വെരി ബിഗ് സ്ട്രെയിൻ ഫിസിക്കലി മെൻ്റലി. വേണമെങ്കിൽ ഒരെണ്ണം വേണേൽ നോക്കാം, രണ്ടാമത്തെ മുതൽ ഈ റോബോട്ട് ചെയ്തോളൂ. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ശാരീരിക വ്യായാമം ഇല്ലാതാകുമ്പോൾ നമുക്ക് അസുഖം ഉണ്ടാകുന്ന പോലെ മാനസിക വ്യായാമം ഇല്ലാതായാലും അസുഖം ഉണ്ടാവും. അസുഖം ഉണ്ടാവും, സന്തോഷക്കുറവുണ്ടാകും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ഫുള്ളായിട്ട് ഇതിനെയൊക്കെ നോക്കി നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ മീനിങ് ഫുൾ എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സന്തോഷത്തിന് ഉതകുന്ന കാര്യമാണോ, നന്മയുണ്ടോ കാര്യമാണോ, എന്തെങ്കിലും ഒരു യന്ത്രത്തിന് എന്തും ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അതിനെക്കൊണ്ട് ചെയ്യിപ്പിക്കണോ എന്നുള്ളൊരു ചോദ്യം നമുക്കുണ്ട്. നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ്. ഇത് നിങ്ങളെ സംബന്ധിച്ച് ഇത് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇത് ജോലിയെല്ലാം കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ഉദാഹരണത്തിൽ തന്നെ ടീച്ചർ, ക്ലാസ് മുറിയിലെ ടീച്ചറായിട്ട് ഇതിന് വരാൻ നോക്കും. ഇപ്പം തന്നെ നിങ്ങളാരെങ്കിലും ഈ ടൂൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഗൂഗിൾ ലേൺ യുവർ വേ. ഗൂഗിൾ ലേൺ യുവർ വേയിൽ നമ്മൾ ചെന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളെക്കുറിച്ച് പറയണം. നിങ്ങളാണ് ചെല്ലുന്നതെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പുസ്തകം എന്താണ് വായിക്കുന്നത്, ഏത് സിനിമയാണ് കാണുന്നത്, എന്ത് ഭക്ഷണമാണ് ഇഷ്ടം, എന്ത് ഹോബി, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ പാഠപുസ്തകം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അത് ആ പാഠപുസ്തകം മുഴുവൻ റീറൈറ്റ് ചെയ്ത് തരും. നിങ്ങളുടെ താല്പര്യങ്ങളെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് റീറൈറ്റ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകൻ ഹ്യൂമനോയിഡ് റോബോട്ട് വന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വന്നാൽ ടീച്ചറുടെ ജോലി എവിടെ പോകും? പിന്നെ ഇപ്പം തന്നെ അറിയാം, നമ്മൾ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ മനുഷ്യരെ ഇറക്കുന്നതിന് വരെ നല്ലത് റോബോട്ടിനെ ഇറക്കുന്നതാണ്. ഒരുപാട് യന്ത്രങ്ങളാണ് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിലും കൂടുതൽ ഡ്രോൺ അറ്റാക്കാണ് കൂടുതൽ. അപ്പോൾ അതുപോലെ ഹോം മെയ്ഡ് നേരത്തെ കണ്ടു, ഒരു കിടപ്പ് രോഗിയെ സംരക്ഷിക്കാനുള്ള ഹോം മെയ്ഡ്, പ്ലംബർ, ഫിസിയോതെറാപ്പിസ്റ്റ്, ഹോം നേഴ്സ്, പാമ്പിനെ പിടിക്കുന്നവർ, പട്ടിയെ പിടിക്കുന്നവർ, തെങ്ങിൽ കയറുന്നവർ, ഇവരുടെ എല്ലാം ജോലി ഇത് കൊണ്ടുപോയാൽ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ജോലി എവിടെ നിന്ന് കിട്ടും? ഒരു ചോദ്യമല്ലേ, പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ഉത്തരം നമ്മളിവിടെ വെച്ച് പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഉത്തരം കേരളത്തിൽ നമുക്കിതിന് പരിഹാരമുണ്ട്. ബാക്കി രാജ്യത്തെ കാര്യമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, ബാക്കി സ്ഥലത്തെ കാര്യമൊന്നും അറിഞ്ഞുകൂടാ. കാരണം കേരളത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ ഉത്തരവാണ്. ആർക്കെങ്കിലും പറയാമോ എന്താന്ന്? നിങ്ങൾ പറഞ്ഞ ചിലർ പറഞ്ഞ ഉത്തരങ്ങളിൽ അതുണ്ട്. കേരളത്തിലെ എല്ലാ പ്രശ്നവും പരിഹരിക്കാനായിട്ടൊരു ഒറ്റ സൊല്യൂഷനാണ് സമരം. നെക്സ്റ്റ്. നമ്മുടെ സെക്രട്ടറിയേറ്റിന് മുമ്പ് ചെന്ന് വളരെ വിചിത്രമായ ഒരു കാര്യം പറയും. സമരത്തിൻ്റെ പ്ലക്കാർഡ് എന്താ എഴുതിയിരിക്കണമെന്ന് അറിയാമോ? റിസർവ് ജോബ്സ് ഫോർ ഹ്യൂമൻസ്. നമ്മൾ ഇതുവരെ റിസർവ് ജോബ്സ് ഫോർ ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ഇന്ന കാസ്റ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മാറിയിട്ട് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കാൻ പോവുകയാണ്. എന്താണ്? ജോലി മനുഷ്യർക്ക് സംവരണം ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് റോബോട്ട് ആയിക്കോട്ടെ, 25% റോബോട്ട് ആയിക്കോട്ടെ എന്ന് നമ്മൾ പറയാം. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബിൽ ഗേറ്റ്സ് പറഞ്ഞതുപോലെ 2 ദിവസം ജോലി, 5 ദിവസം അവധി. ആ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല ലോകത്തിനെ കാണുന്നത്. ജോലിയുടെ സാധ്യത കുറവായിരിക്കും, സാധ്യത കുറവായിരിക്കും. പക്ഷെ മനുഷ്യൻ അവൻ്റെ സന്തോഷത്തിനും സംതൃപ്തിക്കും ആത്മസംതൃപ്തിക്കുമുള്ള വഴികൾ പുതുതായിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. നിങ്ങളുടെ തലമുറയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതായിരിക്കും. യു ഹാവ് ടു ഫൈൻഡ് ന്യൂ വേയ്സ് ഓഫ് മീനിങ് ഇൻ ലൈഫ്. നമുക്കിവിടെ വെച്ച് നിർത്താം. നെക്സ്റ്റ്. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ എഴുതി തന്നിട്ടുണ്ട്. സമയമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കാം. എനിക്ക് 2 മിനിറ്റ് അവസാനം ഒരു സാധനം വേണം. വേറെ സമയം നിങ്ങൾ വേണം. 2 മിനിറ്റ്. യെസ്. Last year, robot
അല്ല, ഇത് റോബോട്ട് എന്ന് പറയുന്നതിനെ നമ്മൾ കയറൂരി വിടാൻ നോക്കൂലല്ലോ. ഞാൻ ചോദിക്കണേ, നമ്മുടെ വീട്ടിലെ ഉരുളക്കിഴങ്ങ് ഉള്ളിയെ കരിയുന്ന പിച്ചാത്തിയില്ലേ ഇല്ലേ, അതിന് അടുത്തൊരാളുടെ വയറ്റിൽ കുത്തി കൊടുത്താൽ എന്ത് പറ്റും? ഇറ്റ് ബിക്കംസ് എ വെരി ഡേഞ്ചറസ് തിങ്. അപ്പോൾ നമ്മൾ സാങ്കേതിക വിദ്യയെ വി വിൽ ഹാവ് ടു റെഗുലേറ്റ്. അതിന് സാധാരണ ചെയ്യുന്നത് വെച്ചാൽ നിയമങ്ങളുണ്ടാവണം. അതിനിപ്പോഴേ യുണൈറ്റഡ് നേഷൻസൊക്കെ അതിന് വേണ്ടിയുള്ളൊരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളും ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ. ഇതിന് ഇമോഷൻ ഉണ്ടോ എന്നൊരു ചോദ്യം ഞാൻ അത് ഇതുവരെ പറഞ്ഞില്ല. ഇതിന് ഇമോഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നോക്കൂ, കമ്പ്യൂട്ടറിൻ്റെ പുറകെ നിന്ന് അതിനെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉത്തരം പറയാം, ഇതിലൊരു ഇമോഷനും ഇല്ല. കാരണം എന്താ? കമ്പ്യൂട്ടർ ഈസ് ഓൺലി ക്രഞ്ചിങ് നമ്പേഴ്സ്, അതും സീറോസ് ആൻഡ് വൺസ് ക്രഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മുന്നേ കാണുന്ന പല കാര്യമാണെങ്കിലും അതിനകത്തൊന്നുമില്ല. പക്ഷേ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇറ്റ് ക്യാൻ ഇംപ്രസ് യു ദാറ്റ് ഇറ്റ് ഹാസ് ഇമോഷൻ. നിങ്ങളെ അതിന് ഇമോഷൻ ഉണ്ടെന്ന് തോന്നിപ്പിക്കാം. തോന്നിയാൽ മതി, നമുക്ക് തോന്നിയാൽ മതി. മനുഷ്യരും അങ്ങനെയാണ്. ഞാൻ ഒരാളുടെ അടുത്ത് വലിയ സ്നേഹം ഭാവിക്കുന്നു, എനിക്ക് സത്യമായ സ്നേഹമൊന്നുമില്ല. പത്രത്തിൽ എങ്ങനെ വാർത്തയെ കണ്ടിട്ടില്ലേ? പ്രണയം നടിച്ച് വഞ്ചിച്ചു. ഒരാൾ വിചാരിച്ചു പ്രണയിച്ചെന്ന് വിചാരിച്ചു, പക്ഷേ പ്രണയമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മറ്റേ ആൾ വിചാരിച്ചു ഉണ്ടെന്ന്. അതുപോലെ കമ്പ്യൂട്ടർ നമ്മളെ ധരിപ്പിച്ചുകൊണ്ടേ ഇരിക്കും അതിന് ഇമോഷൻ ഉണ്ടെന്ന്, പക്ഷേ ഇമോഷൻ ഇല്ല. നമ്മൾ ഇതിന് ചാൻസ് ഇല്ലേന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ചാൻസ് ഉണ്ട്. മനുഷ്യർ ചുമ്മാ ഇരിക്കുമോ? റോബോട്ട് എന്തെങ്കിലും ചെയ്താൽ മനുഷ്യൻ ചുമ്മാ ഇരിക്കുമോ? നമ്മളല്ലേ ഉണ്ടാക്കിയത് തന്നെ. നമ്മൾ നിരന്തരം, ഇപ്പോൾ നമ്മൾ കാറ് വാങ്ങിക്കുന്നു, നമ്മൾ കാറ് വാങ്ങിച്ചിട്ട് ആരെങ്കിലും കൊണ്ട് വഴി കൊണ്ട് ഇടിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? കാറ് വാങ്ങിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ നിങ്ങളെ പരിശോധിച്ചിട്ട് ലൈസൻസ് തരിക, കാറിന് രജിസ്ട്രേഷൻ കൊടുക്കുക, പല സ്ഥലത്ത് ക്യാമറ വെച്ചിട്ട് കണ്ടുപിടിക്കുക, ഒരു പല പൊല്യൂഷൻ ചെക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ റോബോട്ടിന് പല കാര്യവും നമ്മൾ ചെയ്യേണ്ടി വരും. നിങ്ങളാണ് അതൊക്കെ ചെയ്യേണ്ടത് ഭാവിയിൽ. ഓക്കെ, മോർ. യെസ്, ഇവിടെ ചോദിച്ചിട്ട് പറഞ്ഞു. നീ കൊച്ചു കൊച്ചാ, പ്രേമമൊന്നും വേണമെന്നില്ല. പ്രേമം ഒരു 5-6 മാസമേ കാണും. അത് കഴിഞ്ഞാൽ അല്ല, പ്രേമം പോയതുകൊണ്ട് എല്ലാം പോയില്ല. അത് കഴിയുമ്പോൾ ആ 2 പേരും തമ്മിൽ ദേ ബിക്കം വെരി ഗ്രേറ്റ് ഫ്രണ്ട്സ്, കൊളാബറേറ്റേഴ്സ് വിത്ത് കോമൺ ഇൻട്രസ്റ്റ്. അവരൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരണം, ആ കുഞ്ഞിന് സ്നേഹം കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യമുണ്ട്. പ്രേമം ഒരു പ്രത്യേക ഒരു ഫേസിൽ എനിക്ക് തോന്നുന്നു. ബാക്കി നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു 1-2 കൊല്ലമേ നിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ അത് ഇത്തിരി ഡൗൺ. അതിന് പ്രത്യേക ഒരു ആവശ്യമുള്ളതുകൊണ്ട് അതങ്ങനെ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കല്യാണം കഴിക്കുന്ന റോബോട്ടിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ ഞാൻ പറയാം, ഇവിടെ ചോദിച്ചുകൊണ്ട് പറയാം. നിങ്ങൾ ChatGPT എടുത്ത് എന്നിട്ട് പറയുകയാണ് ആക്ട് ആസ് മൈ ഗേൾ ഫ്രണ്ട് അല്ലെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംസാരിക്കും. അത് എത്ര കാലം സംസാരിക്കും? എത്ര കാലം വേണോ സംസാരിക്കും. അപ്പോൾ ഈ റോബോട്ടിനെ കല്യാണം കഴിച്ചുള്ള ഒരു ഗുണം കൂടെ പറയാം, അത് നിത്യമായിട്ട് പ്രണയത്തിലായിരിക്കും. പക്ഷെ അതിനൊരു പ്രണയവും ഇല്ല. എന്താ ചെയ്യുന്നത്? പ്രണയമാണെന്ന് ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എത്ര വല്ല ആക്ട് ചെയ്യും? അത് നമ്മൾ ചാവുന്നവർ, അത് ചാവില്ലല്ലോ. നമ്മൾ ചാകുന്നവർ അത് പ്രണയമായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നോക്ക്, AI ഒന്നും ഇല്ലാതെ ഹിറ്റ്ലർ എത്ര പേരെ കൊന്നു? ഹിറ്റ്ലർ കൊന്നപ്പോൾ AI ഉണ്ടായിരുന്നു. ഒരു സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിയിലല്ലേ ഇത്രയും പേരെ കൊന്നത്? ജപ്പാനിൽ കൊണ്ട് അമേരിക്കക്കാർ ബോംബിട്ടപ്പോഴത്തേക്ക് AI ഉണ്ടായിരുന്നു? ഇല്ല. മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനോ ലോകത്തിനെ നശിപ്പിക്കാനോ AIയുടെ ഒരാവശ്യവുമില്ല. സാധാരണ മനുഷ്യരെ മതി കൊല്ലാൻ. ജംഗിസ് ഖാൻ എന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയുണ്ട്, കേട്ടിട്ടുണ്ടോ? മംഗോളിയൻ ചക്രവർത്തി. അങ്ങേര് എത്ര പേരെ കൊന്നതിന് പുറമേ അങ്ങേര് മരിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു, മരിക്കാൻ പോണതിന് മുമ്പേ പറഞ്ഞു, എൻ്റെ ഡെത്ത് പ്രൊസഷൻ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വഴിയിൽ അത് കാണാൻ വരുന്ന എല്ലാവരെയും എൻ്റെ കൂടെ കൊന്ന് ദഹിപ്പിക്കാൻ പറഞ്ഞു. അദ്ദേഹം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സർവൻസ് ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ സ്വർഗത്തിൽ പോകുന്ന ആർക്ക് വലിയ ഉറപ്പായിരുന്നു.
ആ 20,000 പേരെ കൊന്ന് അതിൻ്റെ കൂടെ ദഹിപ്പിച്ചു. വഴിയിൽ കാണാൻ ഓടി വന്ന നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരെ. അന്നൊന്നും AI ഇല്ല. അപ്പോൾ AI കുറിച്ച് അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല. AI വിൽ ബി റെഗുലേറ്റഡ് ബൈ ഗവൺമെൻറ്റ്സ്. AI കനോട്ട് ഹാവ് എ ഫ്രീ ഹാൻഡ്. അതിനുള്ള നിയമം വരും, ക്രമേണ വന്നുകൊണ്ടിരിക്കും. ആ ആ ഒരു വനിതാ റെപ്രസെൻറ്റേഷൻ കൂടെ ആവട്ടെ, അത് കഴിഞ്ഞ് വരാം. പറഞ്ഞു. അല്ല, ആകും. കാറിൻ്റെ പോലെ ആവില്ലല്ലോ. കാറിൻ്റെ പോലെ ഇത് ഇലക്ട്രോണിക് ഒരു സാധനമല്ലേ. അല്ല, എനർജി റിസോഴ്സ് നമുക്ക് സോളാർ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മളെങ്ങനെ എനർജി മീറ്റ് ചെയ്യുന്നത്, ഇൻക്രീസിംഗ്ലി ഇറ്റ് ഈസ് ബിക്കമിങ് മെജോറിറ്റി സോളാർ. അപ്പോൾ എനർജിയിൽ വലിയ പ്രശ്നം കാണുന്നില്ല എനർജിയെ സംബന്ധിച്ച്. പക്ഷേ ഈ AI എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു എനർജി ക്രൈസിസ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. റോബോട്ടല്ല, AI തന്നെ. ഈ ChatGPT മറ്റും ഞാൻ ഇവിടെ ഒരു സ്ലൈഡ് കാണിച്ചു, സമയമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടു പോണ്ടർ. അല്ല, കൂടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കണ, ഹിറ്റ്ലർ മനുഷ്യരെ കൊന്നതിൻ്റെ അത്ര, ചെങ്കിസ് ഖാൻ കൊന്നതിൻ്റെ അത്ര, അമേരിക്കക്കാർ കൊന്നതിൻ്റെ അത്ര ഒന്നും ഇതുവരെ ഒരു സാങ്കേതികവിദ്യയും കൊന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ കയ്യിലാണ്. മനുഷ്യർ തന്നെയാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത്, ഇതിനെ ലിമിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള ചർച്ച നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ലൈക്ക് യു ആസ്റ്റ്, നിങ്ങളുടെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടക്കും. ഓക്കെ, എനിക്കിവിടെ വന്നതുകൊണ്ട് എനിക്കൊരു അഡ്വാൻറ്റേജിന് വേണ്ടി ഒരു സാധനം കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഐ വാണ്ട് ടു ലേൺ അബൌട്ട് ദി യങ് ജനറേഷൻ. അപ്പോൾ നിങ്ങളുടെ എല്ലായിടത്തും സംസാരിക്കാൻ എനിക്ക് സമയമില്ല. നിങ്ങളുടെ കടലാസിൽ ഞാൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി തരുമെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. 2 മിനിറ്റ് എടുക്കുള്ളൂ, 2 മിനിറ്റ്. ഒരു പേപ്പർ കീറണം. നിങ്ങളുടെ പേരെഴുതണ്ട, നിങ്ങൾ ആരാണെന്നുള്ളത് ഒരു പ്രസക്തിയില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് ഈ വിഷയത്തിൽ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഉത്തരം തരണ്ട, എനിക്കത് വേണ്ട. എനിക്ക് നിങ്ങൾ ഓരോരുത്തരും തന്നെത്താനെ പറയുന്നതാണ് എനിക്ക് വേണ്ടത്. പിന്നെ അത് എഴുതുന്ന സമയം പരിപൂർണ്ണ നിശബ്ദത ആവശ്യമാണ്. പ്രിയ, ഞാൻ ഈ പറയുന്ന ചോദ്യം ഒരു കടലാസ് അല്ലെങ്കിൽ ചോദ്യം മറന്നുപോയി, ഒരു കടലാസ് പ്രിയ എഴുതിക്കൊണ്ടല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. എല്ലാവരും ശാന്തമായിരിക്കും. അടുത്തിരിക്കുന്ന ആളുടെ ഉത്തരവല്ല എനിക്ക് വേണ്ടത്. നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു കാര്യം എഴുതുക. പേര് വേണ്ട, പേര് പിന്നെ യാതൊരു പ്രസക്തിയില്ല. എനിക്ക് കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, എവരിവൺ ഈസ് റെഡി? മറച്ചു വെച്ചോളൂ, അടുത്തിരിക്കുന്നവർ കാണുകയൊന്നും വേണ്ട. റെഡി? നമ്പർ 1, യുവർ ഫേവററ്റ് സിംഗർ. ഒന്നും പറയുകയൊന്നും ചെയ്യരുത്, അടുത്തിരിക്കുന്നവർക്കൊരു ഇൻഡിക്കേഷൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരി അല്ലെങ്കിൽ പാട്ടുകാരൻ. യുവർ ഫേവററ്റ് സിംഗർ. 1 കഴിഞ്ഞു. 2, യുവർ ഫേവററ്റ് ആക്ടർ ഓർ ആക്ട്രസ്. പെട്ടെന്ന് ഓർമ്മ വരുന്ന എഴുതിയാൽ മതി, ആലോചിക്കുകയൊന്നും വേണ്ട. യുവർ ഫേവററ്റ് ഫുഡ്. അത് രാവിലെ കഴിക്കുന്ന കാര്യം എഴുതിയാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ്. യുവർ ഫേവററ്റ് ബ്രേക്ക്ഫാസ്റ്റ്. പെട്ടെന്ന് മനസ്സിൽ വരുന്ന കുറിച്ച് മലയാളത്തിലും എഴുതാം കേട്ടോ. യുവർ ഫേവററ്റ് സോങ്. അതിൻ്റെ ആദ്യ വരി എഴുതിയാൽ മതി. ഫേവററ്റ് സോങ്, പാട്ട്. യുവർ ഹീറോ. അച്ഛൻ്റെ അമ്മയുടെ പേര് എഴുതണ്ട, അത് നമുക്ക് എല്ലാവർക്കും ഹീറോ ആണ്. അതല്ലാതെ ആരെങ്കിലും. യുവർ ഹീറോ. നിങ്ങൾ ആരെ ആരാധിക്കുന്നു? ആ. യുവർ ഫേവററ്റ് സിനിമ. Your favorite cinema.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് അങ്ങോട്ടോട്ട് ചോദിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. കുഞ്ചൻ നമ്പ്യാരുടെ ഒരു വരിയോ കുഞ്ചൻ നമ്പ്യാരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രസകരമായ ഒരു കാര്യമോ ഓർമ്മ വരുന്ന എഴുതുക. കുഞ്ചൻ നമ്പ്യാർ. ഇത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വരിയോ അദ്ദേഹം എഴുതിയിട്ടുള്ള വരിയോ പിന്നെ പഴഞ്ചൊല്ലോ എന്തെങ്കിലും കുഞ്ചൻ നമ്പ്യാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് എഴുതുക. കവിയാണ്, അതിൻ്റെ വരി ഓർമ്മയുണ്ടെങ്കിൽ വരി എഴുതുക. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് എഴുതിയാൽ. കുഞ്ചൻ നമ്പ്യാർ അയാളോട് റിലേറ്റഡ്, അയാളെ കവിയായതുകൊണ്ട് എഴുതിയ വരികൾ ഓർമ്മയുണ്ടെങ്കിൽ അത്, പഴഞ്ചൊല്ലുണ്ട് ഓർമ്മയുണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ എന്തെങ്കിലും. ഇനി ഒന്നുമില്ലെങ്കിൽ കുഞ്ചൻ നമ്പ്യാർ ആരാന്ന് എഴുതുക. ആരാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് എഴുതുക. ഡിസ്കഷൻ പാടില്ല കേട്ടോ. നോ ഡിസ്കഷൻ. സാരമില്ല, അത് സാരമില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്.